നിങ്ങൾ കേട്ടോളൂ. സാമ്രാജ്യത്തിന്റെ സംസ്കൃതി രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകൊട്ടിയും കാണാം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. സാമ്രാജ്യത്തിന്റെ സംസ്കൃതി രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകൊട്ടിയും കാണാം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. കണ്ടോ? അപ്പൊ ജോർജ് ഡബ്ല്യു ബുഷിന് ഒരു സംസ്കാരമുണ്ട്. എന്താണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം? ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പട്ടിയും മറ്റേ കയ്യിൽ പെണ്ണും വേണം. അതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. ഇതൊരു സഖാഫി പറഞ്ഞതാണ്. എന്നാൽ വേറൊരു സഖാഫി പറയുന്നു, ഈ സംസ്കാരമുള്ള ജോർജ് ഡബ്ല്യു ബുഷുമായി ചേർത്ത് പറയാൻ കേരളത്തിൽ ഒരാളുണ്ടെങ്കിൽ അതാരായിരിക്കും? ജോർജ് ഡബ്ല്യു ബുഷുമായി ഒരു കയ്യിൽ പട്ടിയും മറ്റേ കയ്യിൽ പെണ്ണുമായി പുറത്തിറങ്ങുന്ന ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ജോർജ് ഡബ്ല്യു ബുഷുമായി യോജിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് ആരായിരിക്കണം? അതും ഒരു സഖാഫി തന്നെ പറയുന്നു, ഞാൻ പറയൂല. മൗലവി ഇങ്ങനെ കാന്തപുരം വളരെ മോശാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക CD. എന്താ CD കാണിച്ചത്? കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി. ആ ചങ്ങാതി പറയണത്, കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ മൈക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെ ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിനൊക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ? പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അള്ള പറയിക്കാൻ. അതാണ് ഓരോരുത്തരുടെ മഹത്വം.